അല്ല, നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്. അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന് ഒരാഴ്ച മുമ്പ് ശ്രമിച്ചതല്ലേ? ആര് പറഞ്ഞു? അങ്ങനെ ഒരു റിക്വസ്റ്റ് പോയിട്ടില്ലേ? അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം? ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം? അല്ല, അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? മിനിസ്റ്റർ ഈ പറഞ്ഞതുപോലെ തൊട്ട് തലേന്നായിരുന്നു ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത്, മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ. അല്ല, എപ്പോ തേടണമായിരുന്നു? അല്ല, ഞാൻ ചോദിക്കാം. അല്ല, എപ്പോ തേടണമായിരുന്നേ? അല്ല, സ്വാഭാവികമായിട്ട് ഒരു കേന്ദ്രമന്ത്രി. അല്ല, ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ. തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. പക്ഷേ എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നുള്ളൊരു അല്ല, അതിന്റെ ഔചിത്യം എന്താണ്? അല്ല, സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാ തേടി? അല്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട്. അല്ല, അങ്ങോട്ട് സംസാരിക്കാം. വണ്ടുകൊണ്ടല്ലോ, ഒന്ന് സംസാരിക്കട്ടെ. രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ടത്. മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല. അത് ഞാൻ പറയാലോ. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രമന്ത്രിയെ പോലെ ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് മിനിസ്റ്റർ പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമല്ലോ. ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നമുക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് തൊട്ട് തലേന്ന് രാത്രിയിൽ മാത്രമാണ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ്. അത് വിശ്വസിച്ചാൽ മതി. എനിക്ക് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു.